പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അംഗൻവാടികളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിതരണം ചെയ്തിട്ടുള്ള ടാങ്കുകൾ ഫിറ്റ് ചെയ്യാൻ കഴിയാതെ ഒരു വർഷമായി വെയിൽ കൊണ്ടും മഴ കൊണ്ടും റോഡരികിൽ കിടന്ന് നശിച്ചു പോകുന്നു എന്ന പരാതിയെ തുടർന്ന് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 10 അംഗൻവാടികൾ ഞങ്ങൾ നേരിട്ട് സന്ദർശിച്ചപ്പോൾ 8 എണ്ണത്തിലും ടാങ്കുകൾ തട്ടിക്കളിക്കുന്നതാണ് കണ്ടത്. ഒരു വർഷം മുമ്പ് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റു മെമ്പർമാരും ഒരുമിച്ച് നിന്ന് ഫോട്ടോയും എടുത്ത് ഒരു വണ്ടിയും വിളിച്ച് അംഗൻവാടി ടീച്ചർമാരുടെ കയ്യിൽ കൊടുത്തുവിട്ടതാണ്. അന്ന് വന്ന് കിടക്കുന്ന കിടപ്പാണിത്. നമ്മുടെ ഓരോരുത്തരുടെയും പൈസ ചിലവഴിച്ചു വാങ്ങിയ പൊതുമുതൽ നശിക്കുന്നത് കാണാൻ പ്രതിബദ്ധതയുള്ള ജനങ്ങൾക്ക് കഴിയില്ല. ഇതിനെതിരെ ടാങ്ക് ഫിറ്റ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചിരുന്നു. അന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി പ്രാദേശികമായി പിരിച്ച് ഫിറ്റ് ചെയ്യണമെന്നായിരുന്നു. എന്നാൽ അന്നന്നത്തെ അഷ്ടിക്ക് വകയില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് ഇത് ഫിറ്റ് ചെയ്യാനുള്ള 12,000-ഓളം രൂപ പിരിച്ചെടുക്കുക വളരെ പ്രയാസമെന്നിരിക്കെ ഞങ്ങൾ മറ്റു വഴികൾ തേടി. പിന്നീട് ICDS സൂപ്പർവൈസറെ സമീപിച്ചപ്പോൾ പഞ്ചായത്തിൽ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെന്നും അത് കിട്ടിയാൽ ഉടനെ നടപ്പാക്കും എന്നായിരുന്നു മറുപടി. എന്നാൽ 3-4 മാസങ്ങൾ വീണ്ടും കാത്തിരുന്നു. ടാങ്കുകൾക്ക് മോക്ഷമില്ലാതെ അതേ കിടപ്പ് തന്നെ. തുടർന്ന് ഞങ്ങൾ ഓംബുഡ്സ്മാനെ സമീപിക്കാനിരിക്കുമ്പോഴായിരുന്നു എല്ലാ പരാതികളും തീർപ്പാക്കും എന്ന പ്രഖ്യാപനത്തോടെ നവകേരള സദസ്സെത്തിയത്. ഉടനെ ഞങ്ങൾ നവകേരള സദസ്സിലും പരാതി നൽകി. 3 മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പരാതികൾ പരിശോധിച്ചിട്ടുണ്ടെന്നും ടാങ്ക് ഫിറ്റ് ചെയ്യാൻ ICDS സൂപ്പർവൈസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉടനെ ഫിറ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് കപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും രേഖാമൂലം മറുപടി കിട്ടി. എന്നാൽ 5 മാസങ്ങൾക്ക് ശേഷവും അംഗൻവാടിയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കുടിവെള്ളം കിട്ടാകനി തന്നെ. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ മറുപടി പോലും നടപ്പാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകയായ ശാലിനി മുല്ലക്കപ്പറമ്പിൽ നവകേരള സദസ്സിൽ നൽകിയ ഉറപ്പ് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് എന്തുകൊണ്ട് നടപ്പാക്കിയിട്ടില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് നൽകിയ പരാതിക്കും ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല. അംഗൻവാടികളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പാക്കിയ പദ്ധതി ഉടൻ പ്രാവർത്തികമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാനെ സമീപിക്കാനിരിക്കുകയാണ്. ഇതിൽ നിന്നും എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ പദ്ധതി നടപ്പാക്കി എന്നതിലുപരി അത് എത്ര പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ടത് ഓരോ ജനപ്രതിനിധിയുടെയും ചുമതലയാണ്. ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ കുറ്റമറ്റ രീതിയിൽ അതെന്താവശ്യത്തിനാണ് കൊണ്ടുവന്നത് അതേ ആവശ്യം നിറവേറ്റുമ്പോഴാണ് പദ്ധതി വിജയത്തിലെത്തുന്നത്.